കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിന് പരിഹാരം കാണാൻ കേന്ദ്ര സംസ്ഥാനതല ഉദ്യോഗസ്ഥ ചർച്ച നാളെ നടക്കും. രാവിലെ 11 ഡൽഹിയിലെ ധനമന്ത്രാലയത്തിലാണ് ചർച്ച. സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരമാണ് കേന്ദ്രവും സംസ്ഥാനവും ചർച്ചയ്ക്ക് തയ്യാറായത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ് ചേരുന്നത്. സലീം, ഈ ഒരു വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് ചർച്ച നടത്തി തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം, അതനുസരിച്ചുള്ള ചർച്ച. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ചയാകുക? ഏത് തരത്തിലാണ് ഇത് വിഭാവനം ചെയ്യുന്നത്? ഹാഷ്മി, ക്രിസ്റ്റീന, നാളെ രാവിലെ 11 മണിക്കാണ് ഈ ചർച്ച നടക്കുന്നത്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ചർച്ചയാണ്. കാരണം സംസ്ഥാനം വലിയ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പശ്ചാത്തലത്തിൽ ഈ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ പോലും അത് സംസ്ഥാനത്തിന്റെ തുടർ ഈ ഭരണ ചിലവുകൾക്കുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ ഈ ചർച്ചയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട അജണ്ട ഈ കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം എങ്ങനെ പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ്. ഇതിൽ കോടതിയിൽ നിന്നുള്ളൊരു വിജയം അത് സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിലയിൽ ആത്മവിശ്വാസം പകരും. കൂടുതൽ ഡിമാൻഡുകൾ കേന്ദ്രത്തിന് മുൻപിൽ വെക്കാനും കേരളത്തിന് കരുത്ത് പകരുന്നതാണ് ഈ കോടതിയിൽ നിന്നുള്ള വിജയം. കാരണം 13,600 കോടി രൂപ കടമെടുക്കാം എന്ന് കോടതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അറിയിച്ചിരുന്നു. അതോടുകൂടി കേന്ദ്രത്തിന് വലിയ തിരിച്ചടിയും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അർഹതപ്പെട്ട വിഹിതമാണ് ചോദിക്കുന്നത് എന്നൊരു നിലപാടാണ് കേരളം ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളം ഈ ആവശ്യങ്ങൾ തന്നെയാവും നാളത്തെ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുക. ഈ നികുതി വരുമാനത്തിൽ ലഭിക്കുന്നതിന്റെ 66% കേന്ദ്രം തന്നെയാണ് എടുക്കുന്നത്. അതേസമയം അതിൽ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം പോലും നൽകാത്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം കേരളം ഉന്നയിക്കും. മാത്രമല്ല, ഈ NHAI വികസനവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തുക പോലും കേരളത്തിൽ ലഭിക്കുന്നില്ല. അതുമൂലം സാമ്പത്തികമായി വലിയ ഞെരുക്കം സംസ്ഥാനത്തിനുണ്ട്. സംസ്ഥാനമാകെ സാമ്പത്തിക തകർച്ചയിലേക്ക് ഇരിക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുള്ള സഹായം കൃത്യമായി തന്നെ ലഭിക്കണം. കടമെടുപ്പ് പരിധി ഉയർത്തണം എന്നുള്ളതാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ക്രിസ്റ്റീന, ഹാഷ്മി. സലീം മാലിക്കാണ്. 13,000 ചില്ലുവാനം കോടിയുടെ കാര്യത്തിൽ തീരുമാനമായി. ഇതിന്റെ ബാക്കി തുടർച്ചയിൽ ഒക്കെയുള്ള ബാക്കി കിട്ടാനുള്ള തുക കിട്ടുന്ന കാര്യത്തിലാണ് ചർച്ച. നടക്കട്ടെ, പൈസ കിട്ടട്ടെ, പൈസ കിട്ടിയാൽ കാര്യം നടക്കും, അല്ലേ? അതെ, അതും ഇതുപോലെ ഒരു പുതിയ രീതിയാണ്. കേന്ദ്രവും സംസ്ഥാനവും ചർച്ച നടത്തുന്നു. ആ ചർച്ചയിലൂടെ കാര്യങ്ങളിലേക്കൊരു സമവായത്തിലെത്തും എന്ന് പ്രതീക്ഷിക്കും. സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരിക എന്ന് പറയുന്നതാണ് സങ്കടകരം. അതെ. ഇവിടെ കോൺഗ്രസിന്റെ ഡസൻ നേതാക്കളാണ് ഇന്ത്യയിൽ ഉടനീളം BJP-യിലേക്ക് പോകുമെന്ന് പറയുന്ന MV ഗോവിന്ദൻ. കേരളത്തിൽ 2 അക്ക നമ്പർ തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അതിൽ BJP-ക്കാർക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പാണ്. കോൺഗ്രസിൽ നിന്ന് ജയിച്ചു വരുന്നവരെ BJP-യിൽ എത്തിക്കുമെന്നൊക്കെ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്. അത് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുന്നു എന്ന വാർത്തയുടെ പശ്ചാത്തലത്തിലുള്ള പ്രതികരണമാണ്. തൃശ്ശൂരിൽ ചില അടിയന്തര യോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പത്മജ ഇപ്പോൾ ഡൽഹിയിലാണ്. എപ്പോഴാണ് പാർട്ടി ആസ്ഥാനത്ത് പോയി BJP അംഗത്വം എടുക്കുക? കെ കരുണാകരൻ്റെ മകളാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടാക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉണ്ടാക്കുന്ന ഒരു ഷോക്കുണ്ട്. അത് സ്വാഭാവികം.